ഇന്നലെ സൺഡേ ആയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കും ഞാൻ ഉൾപ്പെടെ ഒരു NGO യുമായി ബന്ധപ്പെട്ട് അവരെ പാർപ്പിക്കാനുള്ള സ്ഥലം കണ്ടിട്ടാണ് വന്നത്. ഇന്നലെ രാത്രി 8 മണിക്ക് അവർ വീണ്ടും മേയറുടെ ചേംബറിൽ വന്നിട്ട് അടുത്ത ഘട്ടം ചർച്ച ചെയ്തിട്ടാണ് പോയത്. ഇന്ന് രാവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഞാനും സെക്രട്ടറിയും വർക്ക്സ് ചെയർമാനും കൂടെ ഇരുന്ന് ഇവിടുത്തെ ഡോഗ് സ്ക്വാഡും നമ്മുടെ സർജനുമായിട്ട് ഈ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഈ പത്രസമ്മേളനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ ദിവസവും അതിന്റെ പുറകിൽ ഞങ്ങളുണ്ട്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ 1 വർഷത്തിനുള്ളിൽ തെരുവുനായുടെ ശല്യം അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് പരിഹരിക്കും. അത്രയും കോൺഫിഡൻസോടെ പറയുന്നത്. ഒരാശങ്കയും അല്ല. ഞാൻ പറയുന്നത് ഞാനത് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. വളരെ ലളിതമായിട്ട് ആ പ്രശ്നം പരിഹരിക്കുവാനുള്ള മെക്കാനിസവും അധികാരവും ഒക്കെ തന്നെ ഉള്ളത് വാട്ടർ അതോറിറ്റിക്കാണ്. എന്നാൽ വാട്ടർ അതോറിറ്റി ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് കോർപ്പറേഷനുള്ള മെഷീനറി വെച്ചുകൊണ്ട് എങ്ങനെ അതിൽ ഇടപെട്ട് പരിഹരിക്കാം, അത് പരസ്പരമുള്ള ചർച്ചയുടെ ധാരണയുടെ അടിസ്ഥാനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടതാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രസ്ഥാനം എന്നുള്ളത് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ലീക്കേജ് അരുവിക്കലിൽ നിന്ന് സിറ്റിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന 400 ലിറ്റർ 1000 വരുമ്പോൾ 400 ലീക്കാവുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ മെഷീനറിയോ അതിന്റെ അധികാരപരിധി ഞങ്ങളുടെ കയ്യിലല്ല. അതിനുള്ള ഫണ്ട് കോർപ്പറേഷനില്ല. അതിന് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വലിയ പ്രോജക്റ്റ് വരണം. എന്നാൽ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല, 4-ാം തീയതി വരെയുള്ള ഒരു പ്രശ്നമാണ്. ഈ ഡേറ്റ് അടുക്കുമ്പോൾ ഒരു പ്രശ്നമാണ്. അത് കഴിയുമ്പോൾ മെല്ലെ മാറും. അല്ല, ഞാൻ പറഞ്ഞത് ഈ അങ്ങ് പറഞ്ഞ ചോദ്യമൊക്കെ വേറെ പല രൂപങ്ങളിലും വരും. അപ്പോൾ അത് 4-ാം തീയതി വരെ ഇങ്ങനെയൊക്കെ വരും. അതിനൊരു ഉദാഹരണം ഉണ്ടാകും. ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഉറപ്പല്ലേ ഞങ്ങൾ പറഞ്ഞ എല്ലാം നടക്കും. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഞാൻ ചോദിക്കട്ടെ, BJP കേന്ദ്രം ഭരിക്കുന്ന 1980 പറഞ്ഞപ്പോഴേക്കും അങ്ങനെ മാധ്യമപ്രവർത്തനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും എന്താ പറഞ്ഞത്? BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ BJPയുടെ മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ എന്താ പറഞ്ഞത്? ഒരുപാട് മറുപടികൾ എന്തെങ്കിലും ഉണ്ട്. സമയം ചുരുക്കുക എന്താ അല്ല, അന്ന് എത്ര പേര് വിശ്വസിക്കുകയായിരുന്നു? MR ഗോപൻ ആദ്യമായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൂടെ വരുമ്പോൾ MR ഗോപൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BJPയുടെ മേയറും ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അന്ന് ഇറക്കി വിടുവരുന്നത് അല്ലേ അവസ്ഥ? ഞങ്ങൾ പ്രതിപക്ഷത്ത് 35 ഞാനും ഉണ്ടായിരുന്നു. 35 വരുന്നപ്പോൾ എന്തുമാത്രം പരിഹസിച്ചിട്ടുണ്ട്. ഇന്നിപ്പം BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഒന്നില്ലേ? ഇന്ത്യ BJP ഭരിക്കുന്നില്ലേ? ഞങ്ങൾക്കിവിടെ നിന്ന് MP ജയിച്ചില്ലേ? വെയിറ്റ്, സ്വാഭാവികമല്ലേ? സർക്കാർ രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായി, ത്രിപുരയിലുണ്ടായി. ഒരു പൂ ചോദിക്കുമ്പോൾ ജനങ്ങൾ പൂന്തോട്ടം കൊടുക്കുകയാണ്. വരട്ടെ, എല്ലാ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് പാർട്ടി കാര്യങ്ങൾ എല്ലാ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് വിലയിരുത്തരുത്. രണ്ട് വശവും വിശദീകരിക്കാൻ അതിന് CPM സൈഡ് വിശദീകരിക്കുമ്പോൾ BJP പ്രവർത്തകരെ ആക്രോശിച്ചെത്തി അവരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു ശ്രമം വരട്ടെ. ഇത് ആദ്യമായിട്ടല്ല ഉണ്ടാവുന്നത്. BJP പ്രവർത്തകർ ഉത്തരവാദിത്തപ്പെട്ട BJP നേതാവ് എന്ന നിലയിൽ ഇത്തരം സമീപനങ്ങളോട് എന്താണ് പറയുന്നത്? എന്റെ ശ്രദ്ധയിൽ ആ കാര്യം, ഞാൻ ഇന്നലെ ആ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ആ ഭാഗത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിപിൻ എന്ന പേരുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ കൗൺസിലർമാരുൾപ്പെടെയുള്ളവരെ പ്രകോപിപ്പിച്ചിരുന്നു. ഒരു സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയിട്ടാണ് സംഘർഷ സാധ്യത ഒഴിവാക്കിയത്. ഒരു സ്ഥലത്ത് കൗൺസിലർമാരുൾപ്പെടെ വളരെ മോശമായി ജനങ്ങളുടെ മുമ്പിൽ അവരുടെ വാർഡിൽ വെച്ചിട്ട് അവരോടുൾപ്പെടെ പെരുമാറിയിട്ടുണ്ട്. അദ്ദേഹം പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇന്നലെയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അനഭിലഷണീയമായ ജനാധിപത്യത്തിനും നിയമ സംവിധാനത്തിനും നിരക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു മോബിനെ, അവിടെ അങ്ങനെ ഒരു മോബൊന്നും ഇല്ലായിരുന്നു, ഒരു മോബിനെ മാറ്റാനാണെന്നുണ്ടെങ്കിൽ അവരോട് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ അവരെ റീസണബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കാം. പക്ഷെ നേരിട്ട് തലയ്ക്കാണ് അടിക്കുന്നത്. ഒരു തവണ പോലും പറയാതെ നേരിട്ട് തലയ്ക്കടിച്ചിട്ട് 10-12 സ്റ്റിച്ച് വരുന്ന തരത്തിൽ ചിലരുടെ തല പൊട്ടിക്കുകയായിരുന്നു.
അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ആ പോസ്റ്റ് പേര് ഞാൻ പറയുന്നില്ല, അവർ പറഞ്ഞിട്ട് പോലും ഒരു CA നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കുത്തഴിച്ചിരിക്കുന്നു പോലീസ് സംവിധാനം. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കിയ വിപിൻ എന്ന CI ഉണ്ടാക്കിയ പ്രകോപനം അദ്ദേഹം പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിച്ചു പോവുകയാണ്. അതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഞാനില്ലായിരുന്നു. അതായത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഞാനവിടെ സ്ഥലത്തില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ കണ്ടത് മറുപടി പറയാമായിരുന്നു.